green shoe option. So in this video we are going to discuss about green shoe option. സോ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഗ്രീൻ ഷൂ, പച്ച നിറത്തിലുള്ള ഷൂ ആണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലൈസിങ് മെക്കാനിസം, അതിനെയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ ഷെയർസിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ, ആ ഒരു മെക്കാനിസത്തിനെയാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വന്നത്? അതിനുള്ള കാരണം ഇതാണ്. ഗ്രീൻ ഷൂ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഓപ്ഷൻ ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത്. ഈ ഒരു മെക്കാനിസം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് ഗ്രീൻ ഷൂ ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്നുള്ളത് നോക്കാം. സോ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പറഞ്ഞു പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളൊരു പ്രോസസ്സിലൂടെയും അതുപോലെ തന്നെ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെയുമാണ്. ഈ രണ്ട് പ്രോസസ്സിലും ചെയ്യുമ്പോൾ, അതായത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങും അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്ങും ആണ് നടത്തുന്നത്. അതിൽ നമ്മൾ ഒന്നുകിൽ ഫിക്സഡ് പ്രൈസ്, ഒരു പ്രൈസ് ആദ്യമേ ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, എനിവേ നമ്മൾ നോർമൽ കേസിൽ കമ്പനി ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് കമ്പനി തന്നെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ഫിക്സഡ് പ്രൈസ് മെത്തേഡിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. സോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ആ കമ്പനിയുടെ ഒരു ഗുഡ് വില്ലോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനോ ഒക്കെ കാരണം, അതായത് നല്ലൊരു ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വില്ലുള്ളൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഡിമാൻഡ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഡിമാൻഡ് വളരെയധികം കൂടുതലാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ, നമ്മൾ എത്ര ഷെയർസാണോ ഉള്ളത് ആ ഷെയർസിനേക്കാളും കൂടുതലായിട്ട് ആളുകൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരും. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 1 lakh ഷെയർസാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 1,50,000 റെസ്പോൺസസ് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. സോ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പല മെത്തേഡുകളും അഡോപ്റ്റ് ചെയ്യും. നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു മെത്തേഡാണ്, ഒരു പ്രധാനപ്പെട്ടൊരു മെത്തേഡാണ് പ്രോറേറ്റ ബേസിസിൽ അലോട്ട്മെൻറ്റ് നടത്തുക. ഓക്കെ, പ്രോറേറ്റ അലോട്ട്മെൻറ്റ് മെത്തേഡ്. എന്താണ് പ്രോറേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതായത് എത്രയാണോ അവരധികം ചോദിച്ചിട്ടുള്ളത് ആ ചോദിച്ചിട്ടുള്ളതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു 150 ഷെയർസ് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എത്രയാണോ നമ്മൾ എക്സസ് ഷെയർസ് വരുന്നത്, അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 100 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 150 ഷെയർസ് ഇഷ്യൂ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നടത്തുന്ന മെത്തേഡിനെയാണ് പ്രോറേറ്റ ബേസിസിലുള്ള അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കമ്പനികൾക്ക് പബ്ലിക്കൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പബ്ലിക്കിൻ്റെ ഷെയർസ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് നടക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡിംഗ് നടക്കും. ട്രേഡിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. ആ കമ്പനിയുടെ ഗുഡ് വില്ല് കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ കമ്പനിയുടെ ഷെയർസിനുള്ള ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. അതേസമയം സപ്ലൈ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രൈസ് നന്നായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് ഷൂട്ടപ്പ് ചെയ്യുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ വർക്കിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിങ് ആണ് കാണിക്കുന്നത്. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡിൻ്റെ കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേസമയം സപ്ലൈ ഇതാണ്. സോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ആ പോയിൻറ്റിനെയാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇക്വിലിബ്രിയം പോയിൻറ്റിലാണ് ഇവിടെ നമ്മൾ പ്രൈസ്, അതായത് ഈ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസിൽ പ്രൈസാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഇതായിരിക്കും. ഈ ഒരു പ്രൈസിനാണ് നമ്മൾ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക. അതേസമയം നമ്മളുടെ ഡിമാൻഡ് വളരെയധികം കൂടുതലാവുക എന്ന് പറയുമ്പോൾ ഈ ഒരു കർവ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോവുകയാണ്.
ഡിമാൻഡ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സപ്ലൈ കുറവാണ്, സപ്ലൈ ഇത്ര തന്നെ ഉള്ളൂ, അത് പക്ഷേ ഡിമാൻഡ് വളരെ കൂടുതലായി കഴിഞ്ഞാൽ പ്രൈസ് കൂടും. ഓക്കെ, പ്രൈസ് കൂടും എന്ന് പറയുമ്പോൾ ഇത്രയും അതിൻ്റെ പ്രൈസ്, അതായത് ഒരു ഡിമാൻഡ് കൂടി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രൈസ് വളരെയധികം കൂടുന്നത് അത്ര ഒരു നല്ലൊരു സിമ്പലല്ല. പ്രൈസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ വളരെയധികം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. സോ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനികൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് അത് ആരാണ്? പ്രൊമോട്ടേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ആർ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് ഫോർ സ്റ്റാർട്ടിങ് ദി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് 5% ഷെയർ ഹോൾഡിങ്ങിനേക്കാളും കൂടുതലായിട്ട്, അതായത് ഒരു ഷെയർ ഹോൾഡർക്ക് തന്നെ 5% ഷെയർസ് വാങ്ങി അതിൽ കൂടുതലായിട്ട് അയാൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരെന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത ശതമാനം ഷെയർസ് ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ഇഷ്യൂ ചെയ്യുന്നു. അതായത് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രൈസ് കൂടുതൽ ആയിട്ട് വരുന്ന, അതായത് ഷെയറിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ 15% കൂടാത്ത എമൗണ്ടിൽ, അതായത് മാക്സിമം 15% ആയിരിക്കണം. അതിൽ കുറവായിട്ടില്ല, അപ്പോൾ 15 അല്ല 14, 13 എത്രയാവണമെങ്കിലും ആവാം. 15%-നേക്കാൾ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഈ 15% ഓഫ് വാട്ട്? എന്തിൻ്റെ 15% ആണ്? 50% ഓഫ് ഷെയർ ഇഷ്യൂ. ഇപ്പോൾ സപ്പോസ് ഷെയർ ഇഷ്യൂ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണ് എന്ന് വിചാരിക്കാം. 10 ലക്ഷം രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 15% ആണ് വരിക. സോ അതിൻ്റെ 15% എന്ത് ചെയ്യുന്നു? നമ്മൾ അതായത് 1,50,000 എന്ത് ചെയ്യുന്നു? അതായിരിക്കണം ആർക്ക് ചെയ്യുന്നത്? ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സിന്, സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആയിരിക്കാം, ലീഡ് ബാങ്കേഴ്സ് ആയിരിക്കാം. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന കുറേ ഇൻ്റർമീഡിയറീസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരാരും ആവാം. സോ ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് അതിൻ്റെ 15%-ൽ കൂടാത്ത എമൗണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുക്കുന്നു, അവർക്ക് ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, ലെൻഡ് ചെയ്തിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ ലെൻഡ് ചെയ്തത് അവരവിടെ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഷെയർ മാർക്കറ്റിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കും. ഷെയർ മാർക്കറ്റിലെ സിറ്റുവേഷൻ, സപ്പോസ് ഷെയർ മാർക്കറ്റിൽ കൂടുതലായിട്ട് ആളുകളുടെ അടുത്തുനിന്ന് ഡിമാൻഡ് വളരെയധികം കൂടുന്നുണ്ട് എന്ന് നോക്കാം. ഡിമാൻഡ് വളരെ കൂടുതലാവണമെങ്കിൽ സപ്ലൈ ഈ പറഞ്ഞതുപോലെ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്ലൈ കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു? അവർ വാങ്ങി വെച്ചിട്ടുള്ള ഈ ഷെയർസ്, അപ്പോൾ ഈ 1,50,000 ആണെന്നുണ്ടെങ്കിൽ 1,50,000 ഷെയർസ് അവരെന്ത് ചെയ്യുന്നു? ഇറക്കുന്നു. അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അതായത് അത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഡിമാൻഡ് കൂടിയ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ പ്രൈസിന് അവർക്ക് സപ്ലൈ കിട്ടുന്നു. അപ്പോൾ സപ്ലൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രൈസിന് അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ പ്രൈസ് ഷൂട്ടപ്പ് സംഭവിക്കുന്നില്ല. ഓക്കെ, അതേസമയം സപ്ലൈ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഉള്ള ഈ ഷെയർസിന് എന്ത് ചെയ്യുന്നു? വളരെയധികം വില കൂടുകയാണ് ചെയ്യുക. സോ കൂടുന്നത് നല്ലതാണെന്നുണ്ടെങ്കിലും പല സാഹചര്യത്തിലും അത് നല്ലൊരു സിംറ്റം അല്ല, അല്ലെങ്കിൽ അത് വളരെയധികം പിന്നെ ഫ്ലക്ച്വേഷൻസിനുള്ള സാധ്യത ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് അങ്ങനെ ഹൈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ, ഹൈ പ്രൈസ് ഹൈക്ക് ഉണ്ടാവാതെ അതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ലോ പ്രൈസിൻ്റെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ പ്രൈസിൻ്റെ കേസാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു? ആ പ്രൈസ് ലെൻഡ് ചെയ്യുന്നു, ആ ഷെയർസ് ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെൻഡ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിലെ പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻസിന് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രൈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് നേരത്തെ പോലെ തന്നെ ഡിമാൻഡ് സപ്ലൈ ഇതാണ് പ്രൈസ് ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഡിമാൻഡ് കൂടി കഴിഞ്ഞു, പക്ഷേ സപ്ലൈയും എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ട് മാറ്റം വരുന്നു. സപ്ലൈയും അതിനനുസരിച്ച് കൂടുകയാണ്. അതായത് അവരുടെ അടുത്തുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അവർ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സപ്ലൈ കൂടുമ്പോൾ ആ പോയിൻ്റ് എവിടെ വരുന്നു?
ഈ പോയിൻ്റ് ഇതായിരിക്കും ഇക്വിലിബ്രിയം പോയിൻ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിൻ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്, ഇതേ സംഭവം തന്നെ, അതായത് അതേ പ്രൈസിൽ അവിടെ മാറ്റമൊന്നും വരുന്നില്ല, പ്രൈസ് ഹൈക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എക്കണോമിക്സിലെ തിയറി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു മെത്തേഡിനെയാണ്, ഈ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ. ഓക്കെ, സോ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലൈസിങ് മെക്കാനിസം ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് ആരാണ്? സ്റ്റെബിലൈസിങ് ഏജൻ്റ് ആണ്. സ്റ്റെബിലൈസിങ് ഏജൻറ്റ് മേ ബി ലീഡ് ബാങ്കേഴ്സ് ഓർ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. അപ്പോൾ ഇവരാണ് ഈ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എത്രയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ 15,000 ഷെയർസാണ് ഈ ഇവർക്ക് ലെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 15,000 ഷെയർസാണ് പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രൊമോട്ടേഴ്സ് പിന്നെ ലീഡ് ബാങ്കേഴ്സിന് സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ലെൻഡ് ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അവർ ഈ ഷെയർസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ ഈ 15,000 ഷെയർസ്, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 15,000 ഷെയർസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഷെയർ മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ട് അവർ 5,000 ഷെയർസ് മാത്രമേ ഫീൽഡിലേക്ക് ഇറക്കിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് 5,000 ഷെയർസാണ് അവർ സെയിൽ ചെയ്തിട്ടുള്ളത്, ഷെയർ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഡിമാൻഡ് അത്രയാണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഈ 10,000 ഷെയർസ് അവരെന്ത് ചെയ്യുന്നു, ഈ 10,000 ഷെയർസ് തിരിച്ച് പ്രൊമോട്ടേഴ്സിന് തന്നെ, അതായത് പ്രൊമോട്ടേഴ്സാണ്, കമ്പനിയല്ല, പ്രൊമോട്ടേഴ്സാണ് ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് കൊടുത്തിട്ടുള്ളത്. സോ ഈ 10,000 ഷെയർസ് ഇവരെന്ത് ചെയ്യുന്നു, പ്രൊമോട്ടേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരു ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ അതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ 5,000 ഷെയർസ് അവർ സെയിൽ ചെയ്തപ്പോൾ അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 ഷെയർസ് ഇപ്പോൾ 100 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആദ്യം ഉണ്ടായിരുന്ന ഇഷ്യൂ പ്രൈസ് എന്ന് വിചാരിക്കാം. പക്ഷേ 150 രൂപയ്ക്ക് അല്ലെങ്കിൽ 110 രൂപയ്ക്കോ അല്ലെങ്കിൽ 115 രൂപയ്ക്കോ ഒക്കെയാണ് അവർ മാർക്കറ്റിൽ ഇത് വിറ്റിട്ടുള്ളതെന്ന് വിചാരിക്കാം. അതായത് മാർക്കറ്റിൽ അപ്പോഴത്തെ വില 110 അല്ലെങ്കിൽ 115 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 105 ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവർ 5,000 രൂപയ്ക്ക് 5 ലക്ഷം രൂപയാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ, പക്ഷേ ഈ എക്സ്ട്രാ 10 രൂപ, അതായത് ഇഷ്യൂ പ്രൈസ് കൂടിയപ്പോൾ അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ലാഭത്തിനെ അവരെന്താണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ചെയ്യേണ്ടത് 5,000 ഷെയർസാണ് വിറ്റ് കിട്ടിയിട്ടുള്ളത്, 5,000 ഷെയർസ് ഇൻറ്റു 100 എന്ന് പറയുന്ന ഈ 5 lakh എമൗണ്ട് എന്ത് ചെയ്യുന്നു, 5 lakh എമൗണ്ട് റിട്ടേൺ ആയിട്ട് ആർക്ക് തന്നെ കൊടുക്കുന്നു, കമ്പനിക്ക് കൊടുക്കുന്നു. നോട്ട് ടു പ്രൊമോട്ടേഴ്സ്, കമ്പനിക്കാണ് അവർ അത് തിരിച്ചു കൊടുക്കുന്നത്, പ്രൊമോട്ടേഴ്സിനല്ല. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രധാനപ്പെട്ട പാർട്ടീസാണ്, അല്ലെങ്കിൽ ഏജൻസ് മീൻസ് ഷെയർ ഓണേഴ്സാണ്. പക്ഷേ കമ്പനി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിക്കാണ് ഈ 5,000 അതിൻ്റെ റിട്ടേൺ 100 രൂപ വെച്ചിട്ട് റിട്ടേൺ കൊടുക്കുന്നത്. ഇനി ബാക്കി ഈ പ്രോഫിറ്റ് അവരെന്ത് ചെയ്യും, അതായത് 10 രൂപ വെച്ചിട്ട് ആണ് കൂടിയിട്ടുള്ളത്, 110 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 5,000 ഇൻറ്റു 10 എന്ന് പറയുന്ന എമൗണ്ട് 50,000 രൂപ അവർക്ക് ലാഭമുണ്ടായിട്ടുണ്ട്. ഈ ലാഭം ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആർക്കാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് കൊടുക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്കാണ് ഈ 5,000 ഇൻറ്റു 10 എന്ന് പറയുന്ന ആ ലാഭവിഹിതം കൊടുക്കുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, സോ അതാണ് ഈ ഗ്രീൻ ഷൂ ഓപ്ഷനിൽ നടക്കുന്നത്. ഇനി അവർക്കതിന് ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റിന് അവർക്ക് കിട്ടുന്നുണ്ടാകും, കമ്മീഷൻ കിട്ടുന്നുണ്ടാകും. പ്രൊമോട്ടേഴ്സാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ ആ സമയത്ത് അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാകും. സോ സ്റ്റെബിലൈസിങ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഷെയർ മാർക്കറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നത് കണ്ടാൽ അപ്പോൾ ഇറങ്ങി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെബിലൈസിങ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് വഴി പ്രൈസ് സ്റ്റെബിലൈസേഷൻ സാധ്യമാകുന്നു. ഈ ഒരു ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ. ഓക്കെ.